ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും പെന്തക്കുസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം നേരുകയാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുത്ത സഭയുടെ ജന്മദിനമായി മാറിയ ആ പെന്തക്കുസ്ത ദിനത്തിൻ്റെ ചിന്തകളിലേക്ക് നമുക്ക് അല്പസമയം ഒന്ന് കടന്നു വരാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകാൻ, പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കാൻ ഈശോ തെരഞ്ഞെടുത്ത ദിനം അത് പെന്തക്കുസ്ത ദിനമായിരുന്നു. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിരുനാളുകളിൽ പ്രധാനപ്പെട്ട ഒരു തിരുനാൾ പെന്തക്കുസ്ത തിരുനാളായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ യഹൂദര് പെസഹ തിരുനാൾ ആഘോഷിച്ചിരുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ നാട്ടിലേക്കുള്ള അവരുടെ യാത്രയെ അനുസ്മരിപ്പിക്കുന്ന തിരുനാളായിട്ടാണ് കടന്നുപോകൽ അഥവാ പെസഹ അവർ ആചരിച്ചിരുന്നത്. ആ തിരുനാൾ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷയിലേക്ക് മാനവകുലത്തെ രക്ഷിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ദിനമായിട്ട് മാറി എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് യഹൂദർ ആഘോഷിച്ചിരുന്ന മറ്റൊരു തിരുനാൾ. അത് സുക്കോത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൂടാര തിരുനാളായിരുന്നു. മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അവർ കൂടാരമടിച്ചിരുന്നുവെന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടൊപ്പം ഈ കൂടാരങ്ങളിൽ വസിച്ചിരുന്നുവെന്നും അവർ വിശ്വസിച്ചിരുന്നതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് കൂടാര തിരുനാൾ അവർ ആഘോഷിച്ചിരുന്നത്. അവർ ആഘോഷിച്ചിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തിരുനാൾ അത് പെന്തക്കുസ്ത തിരുനാളായിരുന്നു. പെന്തക്കുസ്ത അതിന് 50 എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഗ്രീക്ക് ഭാഷയിൽ പെന്തക്കോസ്റ്റിന് 50-ാം ദിനം. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് അവര് സീനായ് മലയുടെ സമീപത്തെത്തിയപ്പോൾ അവിടെ വെച്ച് ദൈവം മോശയിലൂടെ അവർക്ക് കൽപ്പനകൾ നൽകിയതിൻ്റെ ഓർമ്മ അത് ഈ യാത്ര ആരംഭിച്ചിട്ട് 50-ാം ദിനത്തിലായിരുന്നുവെന്ന് വ്യാഖ്യാനിക്കുന്ന യഹൂദ റബ്ബിമാരുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആ ദിനം തന്നെയായിരുന്നു അവർക്ക് പിന്നീട് അവരുടെ വിളവെടുപ്പ് ആദ്യ ഫലം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരുന്ന ദിനവും. അപ്പൊ ഈ ദിനങ്ങളില് യഹൂദര് ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടെങ്കിലും അവര് സാധിക്കുന്നവരെല്ലാവരും തന്നെ ജെറൂസലേമിൽ വന്ന് ദൈവത്തിന്റെ ആലയത്തില് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക അവരുടെ വിശുദ്ധമായൊരു പാരമ്പര്യമായിരുന്നു. ആ ഒരു പെന്തക്കുസ്ത ദിനത്തില് സംഭവിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ചാണ് ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നാം കാണുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന് നാം ഈ ഭാഗത്തെ വിളിക്കുമെങ്കിലും അത് കൂടുതലായിട്ടും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന വചനഭാഗങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിലുടനീളം നമ്മൾ കാണുന്നത്. 2-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പെന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു.
കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, പെന്തക്കോസ്താ ദിനത്തില് പരിശുദ്ധ കന്യകാമറിയവും അപ്പസ്തോലന്മാരും സെഹിയോൻ മാളികയിൽ സമ്മേളിച്ചിരുന്ന അവസരത്തിലാണ് പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ ഇറങ്ങി വരുന്നത്. ആ ആത്മാവിന്റെ സ്നാനം സ്വീകരിച്ചപ്പോൾ നാം മനസ്സിലാക്കുന്നു, ആത്മാവിന്റെ വരങ്ങളാലും ദാനങ്ങളാലും അവർ നിറയുന്നു. അതുവരെ ഭയചകിതരായി കഴിഞ്ഞിരുന്ന അപ്പസ്തോലന്മാര് ധൈര്യത്തോടുകൂടെ സെഹിയോൻ മാളിക വിട്ടിറങ്ങുന്നു. അവർ ജെറൂസലേം ദേവാലയത്തിന്റെ സമീപത്തേക്ക് ചെന്നുകൊണ്ട് വളരെ ശക്തമായ ഭാഷയിൽ അവർക്ക് ലഭിച്ച ക്രിസ്തു അനുഭവം അവർ പങ്കുവെക്കുന്നു. ആ ക്രിസ്തു അനുഭവം കേട്ടവരൊക്കെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നെങ്കിലും താന്താങ്ങളുടെ ഭാഷകളിൽ ആ ക്രിസ്തു അനുഭവം ശ്രവിച്ചപ്പോൾ അവർ അപ്പസ്തോലന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വചനം. അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അന്ന് തന്നെ 3000-ലേറെ പേര് സ്നാനം സ്വീകരിച്ച് ക്രിസ്തു ശിഷ്യരായി മാറിയ അതിസുന്ദരമായ വിവരണം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, സഭ ഔദ്യോഗികമായി ജന്മം കൊണ്ട ദിനമാണ് ഈ പെന്തക്കോസ്ത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ്, ത്രിത്വൈക ദൈവത്തിലെ മൂന്നാമത്തെ ആള്, നമ്മിലേക്ക് ഇറങ്ങി വന്ന അനുഭവം മാമോദീസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും മറ്റു കുദാശകളിലൂടെയും സ്വീകരിക്കുന്നവരാണ് നാം എല്ലാവരും തന്നെ. ആ ആത്മാവിന്റെ അഭിഷേകം നമ്മിലുണ്ടാകാൻ ഈ ദിനത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, സഭയില് ത്രിത്വൈക ദൈവത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഔദ്യോഗികമായിട്ട് പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് നമ്മെ പഠിപ്പിച്ച ഔദ്യോഗിക സൂനകദോസ് ആയിരുന്നു AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസ്. AD 325 ആദ്യത്തെ ഔദ്യോഗിക സൂനകദോസ് സഭയിൽ ഉണ്ടായത്. അത് നിക്കായിൽ വെച്ചാണ്, നമുക്കൊക്കെ അറിയാം. അത് ആരീനിസം എന്ന് പറയുന്ന തെറ്റായ പ്രബോധനത്തിനെതിരെ മിശിഹായുടെ ദൈവത്വവും മനുഷ്യത്വവും അംഗീകരിക്കുന്ന ആ ഒരു കൗൺസിലായിരുന്നെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലില് കൂടുതൽ ശക്തമായ രീതിയിൽ ത്രിത്വൈക ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ആ തൃത്വത്തിലെ മൂന്നാമത്തെ ആളാണ്, വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്ന് നമ്മെ കൃത്യമായിട്ട് പ്രബോധിപ്പിക്കുകയും ചെയ്ത കൗൺസിലായിരുന്നു. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തില് കർത്താവ് ശിഷ്യന്മാർക്ക് കൃത്യമായ രീതിയിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവരെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് വളരെ കൃത്യമായിട്ട് ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. പ്രിയമുള്ളവരെ, ക്രിസ്തു ആദ്യത്തെ സഹായകനായിരുന്നു. പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച രക്ഷകനായിരുന്നു ക്രിസ്തു. ആ ക്രിസ്തു തന്റെ ദൗത്യം പൂർത്തിയാക്കി
പിതാവിന്റെ പക്കലേക്ക് തിരികെ പോകുമ്പോൾ ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നു, എന്നും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ, പാരക്ലേത്തോസ്, സഹായകൻ, അഡ്വക്കേറ്റ്, ഉപദേശകൻ, അത്തരത്തില് പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് പിതാവ് അയച്ചു തരുമെന്ന് ക്രിസ്തു അപ്പസ്തലന്മാർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. വീണ്ടും 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്തായിരിക്കുമെന്നുള്ളതിനെ കുറിച്ച് കൂടി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 9-10 വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ആ പരിശുദ്ധാത്മാവിന്റെ വരവ് പാപത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, നീതിയെക്കുറിച്ച് ബോധ്യമുള്ളവരാകാൻ, ന്യായവിധിയെക്കുറിച്ച് തയ്യാറെടുപ്പ് നടത്താൻ കൃത്യമായ രീതിയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിച്ച ഈ ദിനത്തിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുദാശകളിലൂടെ സ്വന്തമാക്കുന്ന നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും നിറയുന്നവരായി വ്യാപരിക്കാൻ ഈ പെന്തക്കോസ്ത് സഹായിക്കട്ടെ. നാം താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ: ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. ഈ 7 ദാനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുള്ള ദാനങ്ങളാണ്. ആ ദാനങ്ങളിൽ നിറയുന്നവരായിട്ട് നാം മാറണം എന്ന് ഈ ദിനത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഒപ്പം ഗലാത്യ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ ആത്മാവിന്റെ 12 ഫലങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, കരുണ, ക്ഷമ, വിനയം, വിശ്വാസം, മധുരശീലം, ദീർഘശാന്തത, കന്യകാത്വം, ഇന്ദ്രിയ നിഗ്രഹം തുടങ്ങിയ ഫലങ്ങൾ. അത് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ് എന്ന് നാം ഈ ദിനത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് കൊറിന്തോസ് ലേഖനത്തിലെ പൗലോസ് ശ്ലീഹ നമ്മെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും പറയുന്നതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് നൽകുന്ന വിവിധ വരങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ബുദ്ധിയുടെ വരം, അറിവിന്റെ വരം, വിശ്വാസത്തിന്റെ വരം, ഭാഷാവരം, അത്ഭുത പ്രവർത്തനവരം, രോഗശാന്തിവരം, പ്രവചനവരം, വിവേചനവരം, വ്യാഖ്യാനവരം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വരങ്ങളാൽ നമ്മെ നിറയ്ക്കുന്ന ആത്മാവിനെയും നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ആത്മാവിനെ സ്വീകരിച്ച് നമുക്ക് ഈ ആത്മാവിന്റെ അഭിഷേകത്തോടുകൂടെ ഈ സമൂഹത്തിൽ വ്യാപരിക്കാൻ കഴിയുമ്പോൾ ആ സമൂഹത്തിൽ ആത്മാവിന്റെ പ്രസരണം നമുക്കുണ്ടാകും. നമുക്കറിയാം, ദൈവത്തെ ധിക്കരിച്ച്, ദൈവത്തെ മറുതലിച്ച്, ദൈവത്തെ വെല്ലുവിളിച്ച് മനുഷ്യൻ ബാബേൽ ഗോപുരം നിർമ്മിച്ചപ്പോൾ അവരുടെ ഭാഷ ചിതറിക്കപ്പെടുകയും ആ സമൂഹം ഭിന്നിക്കപ്പെടുകയും ചെയ്ത ആ ഒരു പശ്ചാത്തലം നമുക്കറിയാം. എന്നാൽ ആത്മാവിന്റെ അഭിഷേകമുണ്ടാകുമ്പോൾ ചിതറിപ്പോയ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കുന്ന, സ്നേഹത്തിന്റെ ശൈലി പിന്തുടരുന്ന, ഒരേ ആത്മാവും ഒരേ ശക്തിയുമുള്ള ഒരു സമൂഹമായിട്ട് നാം മാറേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ച് UAE ഇവിടെയുള്ള 9 ഇടവക സമൂഹങ്ങളിൽ സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ മനസ്സോടും ഒരേ ആത്മാവോടും കൂടെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരും വ്യത്യസ്ത ആരാധനക്രമം പിന്തുടരുന്നവരും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സുന്ദരമായ അനുഭവങ്ങൾ ഈ ഇടവക സമൂഹങ്ങളിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് സഭയുടെ വലിയ കൂട്ടായ്മയാണ്. അത് സഭയുടെ വലിയ സന്തോഷമാണ്. ആ സന്തോഷം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയ സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നിറഞ്ഞ് നമുക്കും അഭിഷേകമുള്ളവരായി ഈ സമൂഹത്തിൽ വ്യാപരിക്കാൻ,
ഈ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഈ പെന്തക്കോസ്താ ദിനത്തിൽ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.